പ്രിയപ്പെട്ട കുട്ടികളെ, വെൽക്കം ടു അവർ ഫിസിക്സ് ക്ലാസ്. എല്ലാവരും ഉഷാറല്ലേ? ശരി, നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് ചാപ്റ്റർ അല്ലേ, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ, 3 ചലന സമവാക്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ V is equal to U plus AT, ഒന്നാം ചലന സമവാക്യം. രണ്ടാം ചലന സമവാക്യം എന്ന് പറഞ്ഞാൽ S is equal to displacement, that is equal to UT plus half AT square. And third equation of motion V squared is equal to U squared plus 2AS. S is the displacement, A is the acceleration. S എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം, A എന്ന് പറഞ്ഞാൽ ത്വരണം. V is the final velocity, അതായത് അന്ത്യപ്രവേഗം. U is the initial velocity, ആദ്യപ്രവേഗം അല്ലേ. ഇതൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഓരോ സിമ്പലിൻ്റെയും കാര്യങ്ങൾ, ഘടകങ്ങൾ. ഈ ഗ്രാഫിൽ നിന്നാണ് നമ്മളിതൊക്കെ കിട്ടിയത് അല്ലേ. അപ്പോൾ ഓരോ ഗ്രാഫിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ വളരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു 3 ടൈപ്പ് ഗ്രാഫാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. വൺ ഈസ് ടൈം പൊസിഷൻ ഗ്രാഫ്, സമയസ്ഥാന ഗ്രാഫ്. ടൈം പൊസിഷൻ ഗ്രാഫ് വെൻ എ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സമയസ്ഥാന ഗ്രാഫ് നമ്മൾ പഠിച്ചു. സെക്കൻഡ് അല്ലേ, ഈ ടൈം വെലോസിറ്റി ഗ്രാഫ്, സമയപ്രവേഗ ഗ്രാഫ് വെൻ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി. സമപ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ സമയപ്രവേഗ ഗ്രാഫ്. എങ്ങനെയാണ് സമയപ്രവേഗ ഗ്രാഫ് ആവുന്നത്? എപ്പോഴും അതിൻ്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി സെയിം ആയിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയല്ലേ? ഉദാഹരണത്തിന് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ സെക്കൻഡിൽ അത് 1 മീറ്റർ ദൂരം സഞ്ചരിച്ചു, രണ്ടാമത്തെ സെക്കൻഡിലും 2 മീറ്റർ ദൂരം സഞ്ചരിച്ചു, മൂന്നാമത്തെ സെക്കൻഡിൽ 3 മീറ്റർ ദൂരം സഞ്ചരിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് കാണാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ, സ്ഥാനാന്തരം ബൈ സമയം. എപ്പോഴും അത് തുല്യമായിരിക്കും അല്ലേ, അതാണ് സമപ്രവേഗം. ഇനി യൂണിഫോം ആക്സലറേഷൻ ഉണ്ട്, അതായത് തുല്യ സമയത്ത് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ തുല്യ സമയം കൊണ്ട് ഈക്വൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി, തുല്യ സമയം കൊണ്ട് തുല്യ പ്രവേഗ മാറ്റം സംഭവിക്കാം. തുല്യ സമയം കൊണ്ട് തുല്യ പ്രവേഗ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിഫോം ആക്സലറേഷനാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡാണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡ് 15 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. മൂന്നാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്. നാലാമത്തെ സെക്കൻഡിൽ 25 മീറ്റർ പെർ സെക്കൻഡ്. അഞ്ചാമത്തെ സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ ഡിഫറൻസ്. 10ൽ നിന്ന് 15 പിന്നെ 20, അപ്പോൾ ഡിഫറൻസ് 20ആണ്. അപ്പോൾ തുല്യ പ്രവേഗ മാറ്റം സംഭവിക്കുന്നത്, അതായത് ഈക്വൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി ചേഞ്ച് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. തുല്യ സമയം കൊണ്ട് തുല്യ പ്രവേഗ മാറ്റം സംഭവിക്കുക. ദാറ്റ് ബോഡി ഈസ് ഇൻ യൂണിഫോം ആക്സലറേഷൻ. വെൻ എ ബോഡി ഈസ് ഇൻ യൂണിഫോം ആക്സലറേഷൻ വി ക്യാൻ ഡ്രോ ടൈം വെലോസിറ്റി ഗ്രാഫ്. ടൈം വെലോസിറ്റി ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ കഴിയും അല്ലേ. ടൈം വെലോസിറ്റി ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഈ ഗ്രാഫിനെ കുറിച്ച് ഒരു പഠനമാവട്ടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. ഇന്നത് സപ്പോർട്ടിംഗ് ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കൈറ്റ് വിക്ടേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു അല്ലേ. ഗ്രാഫിനെക്കുറിച്ചും കണക്കുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ കണക്കുകളൊക്കെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമുക്കതുമായി ബന്ധപ്പെട്ട ഗ്രാഫിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഗ്രാഫിനെക്കുറിച്ച് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തെ ഗ്രാഫിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ഗ്രാഫിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക.
ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ഗ്രാഫ് നിങ്ങളിപ്പോൾ കണ്ടു അല്ലേ? അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കറിയാം ചോദ്യങ്ങളുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിലും അതിൻ്റെ വ്യക്തമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ ചോദ്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഫസ്റ്റ് നോക്കൂ, 2 കാറുകളാണ് അല്ലേ? 2 കാറുകൾ, എയും അതുപോലെ തന്നെ ബി. ആ ഗ്രാഫിലേക്ക് നോക്കൂ, എയും ബിയും. എ 1ാമത്തെ സെക്കൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 0 ആണ്. ബി 2ാമത്തെ സെക്കൻഡിലാണ്, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയും 0 ആണ്. പക്ഷേ അത് ഒരേ സമയം 5ാമത്തെ സെക്കൻഡിൽ അല്ലേ, ദ റീച്ച് അറ്റ് ദ സെയിം പോയിൻറ്റ് അറ്റ് ദ സെയിം വെലോസിറ്റി. സെയിം വെലോസിറ്റിയിൽ ഒരേ പ്രവേഗത്തിൽ അത് ഒരു പോയിന്റിലെത്തി. ഏതാ പ്രവേഗം? 40 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ദി ഫൈനൽ വെലോസിറ്റി. എത്രയാണ്? അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി വി എത്രയായിരിക്കും? 40 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? ഓക്കെ, ഫസ്റ്റ് ചോദ്യം, ഏത് കാറാണ് ആദ്യം യാത്ര തിരിച്ചത്? വെരി സിമ്പിൾ. 1ാമത്തെ സെക്കൻഡിലാണ് ആദ്യ കാറ്, മറ്റേ ബി എന്ന് പറയുന്ന കാർ 2ാമത്തെ സെക്കൻഡിലാണ്. ഏത് കാറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ കാറാണ് അല്ലേ? ഒരേ പ്രവേഗം എത്തുന്നതിന് മുമ്പ് ഓരോ കാറും എത്ര സമയമെടുത്തു? ഹൗ മച്ച് ടൈം ഡിഡ് ഈച്ച് കാർ ടേക്ക് ടു അറ്റൈൻ ദി സെയിം വെലോസിറ്റി അല്ലേ? നമുക്കിവിടെ നോട്ട് ചെയ്യാലോ, 5 സെക്കൻഡാണ്, 5ാമത്തെ സെക്കൻഡിലാണ് എത്തിയത്. പക്ഷേ എന്ന കാറ് 1 സെക്കൻഡ് ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം നമ്മൾ. 1, 2, 3, 4 സെക്കൻഡ് എടുത്തു. ശരിയല്ലേ? 4 സെക്കൻഡ് എടുത്തു. 2ാമത്തെ കാറ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. എത്ര വരിക നോക്ക്? 1, 2, 3 സെക്കൻഡ് എടുത്തിട്ടാണ് എവിടെ എത്തിയത്? ഈ പോയിന്റിൽ എത്തിയത്, 40 മീറ്റർ പെർ സെക്കൻഡിൽ എത്തിയത്. അപ്പോൾ ഓരോ കാറും എടുത്ത സമയം എത്രയാണ്? എ എന്ന കാറ് 4 സെക്കൻഡ്, ബി എന്ന കാറ് 3 സെക്കൻഡ്. എല്ലാവർക്കും മനസ്സിലായോ? സിമ്പിളല്ലേ? ആ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിച്ച് കാർ ഹാസ് ലോവർ ആക്സലറേഷൻ? ഈ കാറിന് ഏത് കാറിനാണ് ലോവർ ആക്സലറേഷൻ? ത്വരണം കുറവ് ഏത് കാറിനാണ്? നമുക്കതൊന്ന് പഠിക്കണ്ടേ? നമുക്കതൊന്ന് പഠിക്കണം. ഏത് കാറിനാണ് ത്വരണം കുറവ്? അത് നമുക്ക് ചെയ്ത് പഠിക്കാം. നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റ് കാറ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടോ 0 ആണ്. ഫൈനൽ വെലോസിറ്റി 40 മീറ്റർ പെർ 40 മീറ്റർ പെർ സെക്കൻഡാണ്. എത്ര സമയമെടുത്തു? 1, 2, 3, 4. ടി ഈക്വൽ ടു 4 സെക്കൻഡ്. 2ാമത്തെ കാറ് 2ാമത്തെ സെക്കൻഡിലാണ് തുടങ്ങിയത്. എത്ര സമയമെടുത്തു? 1, 2, 3 സെക്കൻഡ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് 40 മീറ്റർ പെർ സെക്കൻഡ് ആയത് അല്ലേ? അപ്പോൾ 2ാമത്തെ സെക്കൻഡിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 40 ആണ്. പക്ഷേ സമയം എത്രയാണ്? 3 സെക്കൻഡ്. നമുക്ക് ഓരോന്നിൻ്റെയും കിടക്കാം. ശരി, അപ്പോൾ 1ാമത്തെ എ എന്ന് പറയുന്ന കാറിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം v മൈനസ് u/t. v എത്രയാണെന്ന് നമുക്കറിയാം, 40 മൈനസ് 0 അല്ലേ, ഡിവൈഡഡ് ബൈ 1ാമത്തെ കാർ എത്ര സെക്കൻഡ് എടുത്തു? 4 സെക്കൻഡാണ് എടുത്തത് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എ എന്ന കാർ എടുത്ത ആക്സലറേഷൻ, എൻ്റെ ആക്സലറേഷൻ എത്രയാണ്? ത്വരണം എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമുക്ക് ബി എന്ന കാറിന് എടുക്കാം. അത് സിമ്പിളായിട്ട് നമുക്കറിയാം, ബി എന്ന കാറിൻ്റെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. v മൈനസ് യു അല്ലേ? അവിടെ ബി എന്താണ്? ആക്സലറേഷൻ നമുക്ക് സുഖമായിട്ട് എടുക്കാം. ആക്സലറേഷൻ എ ഈക്വൽ ടു 40 തന്നെയാണ്. 40 v മൈനസ് യു എന്ന് പറഞ്ഞാൽ 40 മൈനസ് യു, 40 മൈനസ് 0, 40 ഡിവൈഡ് ബൈ 4 സെക്കൻഡിന് പകരം എത്ര സെക്കൻഡാണ്? 3 സെക്കൻഡ് എടുക്കും അല്ലേ? 3 സെക്കൻഡാണ് എടുക്കുക. അപ്പോൾ 40നെ നമുക്ക് 3 സെക്കൻഡ് കൊണ്ട് ഹരിച്ചു വയ്ക്കുക. 3 സെക്കൻഡ് കൊണ്ട് ഹരിച്ചു വയ്ക്കുക. അല്ലേ? നമുക്ക് 3 സെക്കൻഡ് കൊണ്ട് ഹരിച്ചു വയ്ക്കുക. 3, 9, 13, 13.3 അല്ലേ? 13.3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ,
ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കാറ് അതിൻ്റെ ആക്സലറേഷൻ 40 മൈനസ് 0 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് വി എന്ന് പറയുന്ന കാറിൻ്റെ ആക്സലറേഷൻ 13.3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ത്വരണം കുറവ് അല്ലെങ്കിൽ എന്താണ് ലെസ് ആക്സലറേഷൻ ആർക്കാണ്? ലെസ് ആക്സലറേഷൻ നമ്മുടെ എ എന്ന് പറയുന്ന കാറിനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി, അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പോൾ അത് പിടികിട്ടി. നമുക്ക് അടുത്തേക്ക് കിടക്കാം അല്ലേ? എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഈ കണക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് കിടക്കാം. കണ്ടോ എല്ലാവരും? ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കൂ. നല്ല ഗ്രാഫാണ് അല്ലേ? നല്ല ടോപ്പ് ഗ്രാഫ്. ഇതൊക്കെ ഒന്ന് പഠിക്കണം. ആ ഗ്രാഫുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഗ്രാഫാണ്. നമുക്കതൊന്ന് പഠിക്കാം അല്ലേ? അതൊന്ന് പഠിക്കാം, എല്ലാവർക്കും പഠിക്കാം. അപ്പോൾ തുടങ്ങാം. ഞാൻ കുറച്ച് എന്താ പറയുക മുകളിലേക്ക് കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ. ഇതാണ്. അപ്പോൾ ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൻ്റെ പ്രത്യേകത ടൈം പൊസിഷൻ ഗ്രാഫാണ്. കണ്ടോ? ടൈം പൊസിഷൻ ഗ്രാഫ് വെൻ ദ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമപ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ എന്താണ്? ഒരു വസ്തുവിൻ്റെ ടൈം പൊസിഷൻ സമയസ്ഥാന ഗ്രാഫാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടോ? അപ്പോൾ ഇത് 1-ാം സെക്കൻഡ്, 2-ാം സെക്കൻഡ്, 3-ാം സെക്കൻഡ്, 4-ാം സെക്കൻഡ്, 5-ാം സെക്കൻഡ്, 6-ാം സെക്കൻഡ്, 8 സെക്കൻഡ്. എക്സ് ആക്സിസിൽ എന്താ പറയുക ടൈമും വൈ ആക്സിസിൽ സ്ഥാനവും. കണ്ടോ? സ്ഥാനവും. 1-ാമത്തെ സെക്കൻഡിൽ 2 മീറ്റർ, 2-ാമത്തെ സെക്കൻഡിൽ 1-ാമത്തെ സെക്കൻഡ് 2 മീറ്റർ, 2-ാമത്തെ സെക്കൻഡ് 4 മീറ്റർ, ശരിയല്ലേ? 3-ാമത്തെ സെക്കൻഡിൽ എന്താണ്? 6 സെക്കൻഡ്. അതുപോലെ തന്നെ 4-ാമത്തെ സെക്കൻഡിൽ 8 മീറ്റർ, 5-ാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ, 6-ാമത്തെ സെക്കൻഡിൽ 12 മീറ്റർ. കണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാം. 1-ാമത്തെ സെക്കൻഡിൽ 2 മീറ്റർ, 2-ാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ, 3-ാമത്തെ സെക്കൻഡിൽ 6 മീറ്റർ, 4-ാമത്തെ സെക്കൻഡിൽ 8 മീറ്റർ, 5-ാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ, 6-ാമത്തെ സെക്കൻഡിൽ 12 മീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പ്രവേഗം അല്ലേ? വെലോസിറ്റി 2-ാമത്തെ സെക്കൻഡിൽ നമുക്കറിയാം. അതെ, ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കൂ. കുറച്ച് നീക്കുക. ഓക്കെ. അപ്പോൾ 1-ാമത്തെ സെക്കൻഡിൽ സ്ഥാനാന്തരം എത്രയാണ്? 2 മീറ്റർ സ്ഥാനാന്തരം. അതായത് അപ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, S/T ആണല്ലോ വെലോസിറ്റി ഓർ പ്രവേഗം. അപ്പോൾ 2/1 എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 2-ാമത്തെ സെക്കൻഡിൽ എത്രയാണ്? 4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 4/2 എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 3-ാമത്തെ സെക്കൻഡിൽ 6 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം S/T സ്ഥാനാന്തരം ബൈ സമയം 6/3. ആ പ്രവേഗം കാണാനാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 4-ാമത്തെ സെക്കൻഡിൽ 8 മീറ്റർ. അപ്പോൾ 8/4 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതൊക്കെ സെയിം വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ വെലോസിറ്റീനെ പറയുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. മനസ്സിലായോ? വെൻ എ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി, ടൈം പൊസിഷൻ ഗ്രാഫ് സമയസ്ഥാന ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? ടുവേർഡ്സ് ഇൻ ബിറ്റ്വീൻ എന്താണ്? എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. വൈ ആക്സിസിനും എക്സ് ആക്സിസിനും ഇടയിൽ അല്ലേ ഉള്ള എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇത്. അപ്പോൾ ഇവിടെ ടൈം, ഇവിടെ പൊസിഷനും കണ്ടാൽ, ഇവിടെ ടൈം, ഇവിടെ പൊസിഷൻ, സ്ഥാനം കണ്ടു കഴിഞ്ഞ് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ്? സമയസ്ഥാന ഗ്രാഫ്, ടൈം പൊസിഷൻ ഗ്രാഫ് വെൻ എ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം
വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി. ഇനി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, മറ്റൊരു കാര്യം ചോദിക്കും, വെൻ എ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി വാട്ട് വിൽ ബി ദി എന്താണ് സ്ട്രക്ചർ ഓഫ് ടൈം വെലോസിറ്റി ഗ്രാഫ് ഓഫ് യൂണിഫോം വെൻ എ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമയ പ്രവേഗ ഗ്രാഫ്, ഇവിടെ ഇത് സമയസ്ഥാന ഗ്രാഫാണ്, നമുക്ക് സമയപ്രവേഗ ഗ്രാഫ് എടുക്കണം. സമയപ്രവേഗ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം വന്നാൽ നമുക്കറിയാം സമയപ്രവേഗ ഗ്രാഫ് എല്ലായ്പ്പോഴും തുല്യമായിരിക്കേണ്ട, ഇപ്പോഴും എന്താണ് 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ വരിക. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം, അതെങ്ങനെയായിരിക്കും. അതിങ്ങനെയായിരിക്കും കണ്ട സ്ട്രെയിറ്റ് ലൈൻ, അതായത് വെൻ ഇറ്റ് ഈസ് ദ ടൈം വെലോസിറ്റി ഗ്രാഫ് വെൻ എ ബോഡി മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി it is always parallel to the x axis. x അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു രേഖയായിരിക്കും എന്ത് ടൈം വെലോസിറ്റി ഗ്രാഫ് വെൻ എ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എല്ലാവർക്കും? അപ്പോൾ ആ ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി അടുത്ത ഗ്രാഫിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതാണ് അടുത്ത ഗ്രാഫ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ. അടുത്ത ഗ്രാഫ് ഇതാണ് അടുത്ത ഗ്രാഫ്. ശ്രദ്ധിക്കൂ, കണ്ടോ? ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, വളരെ കറക്റ്റായിട്ട് അറിയാം, ഓരോ സെക്കൻഡിലും അതിൻ്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടിക്കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് എന്തായാലും ഒരു ആക്സലറേഷൻ ഉണ്ടാവും. പക്ഷേ ആ ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം എല്ലായ്പ്പോഴും എന്താണ് തുല്യമായിരിക്കും, സെയിം ആക്സലറേഷനാണ് വരുന്നത്. പക്ഷേ എന്താണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ കൃത്യമായ പ്രവേഗ മാറ്റമാണ്, വെലോസിറ്റി ചേഞ്ചാണ് നടക്കുന്നത്. കൃത്യമായ വെലോസിറ്റി ചേഞ്ച് നോക്കൂ. ഒരു സെക്കൻഡിൽ നിന്ന് 2-ാം സെക്കൻഡിലേക്ക് വരുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിന് ചേഞ്ച് ഉണ്ടായി. ഇനി 2-ൽ നിന്ന് 3-ലേക്ക് വരുമ്പോൾ അല്ലേ 30 - 20 10 മീറ്റർ തന്നെ. 3-ൽ നിന്ന് 4-ലേക്ക് വരുമ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ അല്ലേ? അപ്പോൾ വെലോസിറ്റി ചേഞ്ച് കറക്റ്റാണ്, ചേഞ്ച് എന്താണ് കറക്റ്റാണെങ്കിൽ, സെയിം ആണെങ്കിൽ ദാറ്റ് ആക്സലറേഷൻ ഈസ് യൂണിഫോം ആക്സലറേഷൻ എന്നാണ് പറയുക. എന്താണ് യൂണിഫോം ആക്സലറേഷൻ അല്ലേ? വെൻ എ യൂണിഫോം ആക്സലറേഷൻ ടേക്സ് പ്ലേസ് ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. തുല്യ സമയങ്ങളിൽ തുല്യ പ്രവേഗമാറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് സമത്വരണത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അതിൻ്റെ ഗ്രാഫാണ് ഏത്? സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. കണ്ടോ? ഇവിടെ ടൈം, ഇവിടെ വെലോസിറ്റി. കണ്ടോ? ടൈം വെലോസിറ്റി ഗ്രാഫ്, സമയ പ്രവേഗ ഗ്രാഫ് വെൻ എ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം ആക്സലറേഷൻ. സമത്വരണത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സമയ പ്രവേഗ ഗ്രാഫാണ് ഇത്. സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് ഇൻ ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈം വെലോസിറ്റി ഗ്രാഫ് വെൻ എ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം ആക്സലറേഷൻ, സമത്വരണത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സമയസ്ഥാനമല്ല കേട്ടോ, സമയപ്രവേഗ ഗ്രാഫ് ഇതായിരിക്കും. കണ്ടോ? ഇതായിരിക്കും. നമുക്കറിയാം പ്രവേഗം ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കുവാനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം, v-u/t. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ സെക്കൻഡിൽ 10 - 0/t, 10 - 0/1, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? രണ്ടാമത് 20 - 10 അല്ലേ? അപ്പോൾ എത്രയാണ്? 10 തന്നെ വേണ്ട, 2 - 1 സെക്കൻഡ് തന്നെയല്ലേ? അപ്പോൾ v-u/t എത്രയാണ് വരിക? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി മൂന്നാമത്തെ നോക്കൂ, 2-ൽ നിന്ന് മൂന്നാമത്തെ സെക്കൻഡിലേക്ക് വരുമ്പോൾ 3 - 2 1 സെക്കൻഡ്, 30 - 20 10 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരേ ത്വരണം, സമത്വരണം എന്ന് നമ്മൾ പറയും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് കിടക്കാം, അടുത്ത ഗ്രാഫിലേക്ക് കിടക്കാം. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാഫാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ. വളരെ പ്രധാനപ്പെട്ട ഗ്രാഫ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഗ്രാഫ്. ഇത് കണ്ടുപിടിക്കണം നമുക്ക് എന്താണെന്നുള്ളത്. ഞാനൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്
ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതാണ് ഒന്നാമത്തെ ഗ്രാഫിനെ കുറിച്ച് നമുക്ക് പറയാം. അനലൈസ് ദി ഗ്രാഫ്സ് ഗിവൻ ബിലോ. അല്ലേ, 4 ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ഗ്രാഫിനെ കുറിച്ച് പഠിക്കാം. അല്ലേ, ഒന്നാമത്തെ ഗ്രാഫിൽ നോക്കൂ, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ നിന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്നൊരു വസ്തുവിനെ താഴോട്ട് ഇടുകയാണ്. മുകളിൽ നിന്ന് ഒരു വസ്തുവിനെ താഴോട്ടേക്ക് ഇടുന്നു. പിന്നെ ബോഡി എന്താണ്, ഇറ്റ് ഈസ് എന്താണ് പ്ലേസ്ഡ് ഇൻ അപ്വേർഡ് പൊസിഷൻ ആൻഡ് അലൗഡ് ടു ഫ്രീ എന്താണ് ഫാളിങ് ഡൗൺ ടു ദി സർഫസ് ഓഫ് ദി എർത്ത്. ഫ്രീ ഫാളാണ്, അതായത് ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദി ടോപ്പ് പൊസിഷൻ ഓഫ് ഒരു പൊസിഷനിൽ നിന്ന്, ഒരു ടോപ്പ് പൊസിഷനിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇടുന്നു. ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദി ടോപ്പ് പൊസിഷൻ. അപ്പോൾ ഉദാഹരണത്തിന് 50 മീറ്റർ പെർ സെക്കൻഡ് അവിടെ നിന്ന് താഴേക്ക് വരികയാണ്. ഓരോ സെക്കൻഡിലും അതിൻ്റെ മാറ്റങ്ങൾ കണ്ടില്ലേ, നമുക്കറിയാലോ, ഓരോ സെക്കൻഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലേ. ആദ്യത്തെ സെക്കൻഡ് 50, രണ്ടാമത്തെ സെക്കൻഡിൽ 40 അങ്ങനെ അല്ലേ. അപ്പോൾ അങ്ങനെ കുറഞ്ഞ് വരികയാണ് അല്ലേ, കുറഞ്ഞ് ഇങ്ങനെ 10ാമത്തെ സെക്കൻഡ് കഴിഞ്ഞത് ഏകദേശം ഒരു 11ാമത്തെ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറി. ശരിയല്ലേ, 0 ആയിട്ട് മാറി. ഇവിടെ വെലോസിറ്റി ചേഞ്ച് നടക്കുന്നുണ്ട്, വെലോസിറ്റി ചേഞ്ച് നടക്കുന്നുണ്ട്. അതുണ്ട് അല്ലേ, വെലോസിറ്റി ചേഞ്ച് എന്തായാലും നടക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. പക്ഷെ വെലോസിറ്റി ചേഞ്ച് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യമാണ്, ഇപ്പോൾ ടോപ്പ് പൊസിഷൻ എന്ന് പറയണ്ട, നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് എടുക്കാം. ഹൊറിസോണ്ടൽ നമ്മൾ ടോപ്പ് പൊസിഷൻ എന്ന് പറയണ്ട. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ടോപ്പ് പൊസിഷൻ എന്ന് പറയണ്ട, ഹൊറിസോണ്ടലായിട്ടൊരു ബോഡി മൂവ് ചെയ്യുകയാണ്. ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരശ്ചീനമായിട്ട് സഞ്ചരിക്കുന്നു. ആദ്യം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡാണ്. ആദ്യം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡാണ്. 50 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടു കൂടി അത് സഞ്ചരിക്കുന്നു. ഓരോ സെക്കൻഡിലും അതിൻ്റെ പ്രവേഗം കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ പ്രവേഗ വർധനവാണോ പ്രവേഗത്തിലുണ്ടാകുന്ന കുറവാണോ സംഭവിക്കുന്നത്? there is a change of velocity takes place but decrease of velocity ആണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡിക്രീസ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ റിട്ടാർഡേഷൻ നടക്കുന്നുണ്ടെങ്കിലും യൂണിഫോം ആയിട്ടുള്ള റിട്ടാർഡേഷനാണ് നടക്കുന്നത് അല്ലേ. കറക്റ്റായിട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് അതിന് ഇങ്ങനെ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയും. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരാൻ കാരണം കണ്ടോ, യൂണിഫോം റിട്ടാർഡേഷൻ എന്നാണ് നമ്മൾ അതിന് പറയുന്ന പേര്, യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ദി ഗ്രാഫ് ഓഫ് എന്താണ് യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഞാനത് ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ടൈം വെലോസിറ്റി ഗ്രാഫാണ്, അതിൻ്റെ യൂണിഫോം റിട്ടാർഡേഷനാണ് അല്ലേ. അത് ഞാനിവിടെ കൊണ്ടുവച്ചു, ടൈം വെലോസിറ്റി ഗ്രാഫ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ അല്ലേ, യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഞാനവിടെ വെച്ചു, കുഴപ്പമില്ലല്ലോ. ഞാൻ അടുത്തേക്ക് കിടക്കാം. അടുത്തിൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞാണ് അല്ലേ, ഇറ്റ് ഈസ് ദി ടൈം വെലോസിറ്റി അല്ലേ, ടൈം വെലോസിറ്റി ഗ്രാഫ്. പിന്നെ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി. എപ്പോഴും പ്രവേഗം എന്താണ് തുല്യമായിരിക്കുന്നത്. രണ്ടാമത്തെ സെക്കൻഡിൽ 20, 4th സെക്കൻഡിൽ 20, 6th സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്, 8ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്, 10ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദി ടൈം വെലോസിറ്റി ഗ്രാഫ് ഓഫ് എന്താണ് പിന്നെ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞൂടെ നമുക്ക്. യൂണിഫോം വെലോസിറ്റി, ടൈം വെലോസിറ്റി ഗ്രാഫ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ നമുക്കിത് ഇവിടേക്ക് കൊണ്ടുവയ്ക്കാം. എന്താ കുഴപ്പമുണ്ടോ? കണ്ടോ, ഇവിടേക്ക് കൊണ്ടുവയ്ക്കാം. അവിടെ സിമ്പിളായിട്ട് കൊണ്ടുവയ്ക്കാം. ഇങ്ങനെ കൊണ്ടുവച്ചൂടെ, എളുപ്പമല്ലേ അല്ലേ. ഇനിയിപ്പോൾ നമുക്കിതാ ഇത് നമ്മൾ കണ്ടു. അതാണ് ഗ്രാഫ് ഓഫ് ടൈം വെലോസിറ്റി ഗ്രാഫ്. നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞതാണ് എന്താണ് പിന്നെ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം എക്സലറേഷൻ. യൂണിഫോം എക്സലറേഷൻ അല്ലെങ്കിൽ സമത്വരണത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫ്. സമത്വരണത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ സമയപ്രവേഗ ഗ്രാഫ്, യൂണിഫോം വെലോസിറ്റി അല്ലേ, സോറി സമയപ്രവേഗ ഗ്രാഫ് വിത്ത് യൂണിഫോം എക്സലറേഷൻ. നമുക്ക് ഏതാ എടുക്കാം? അപ്പോൾ ടൈം വെലോസിറ്റി
യൂണിഫോം ആക്സലറേഷൻ വിത്ത് യൂണിഫോം ആക്സലറേഷൻ ടൈം വെലോസിറ്റി ഗ്രാഫാണ്. നമുക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ, കൊണ്ടുവരാം. ഇവിടേക്ക് വയ്ക്കേണ്ടത് ഇവിടേക്ക് വയ്ക്കാം. സിമ്പിളല്ലേ? ഓക്കെ, ഇവിടെ വെച്ചു. അപ്പോൾ അതിന് ഇത് നോക്കിയേ, ഇതിനൊരു യൂണിഫോമിറ്റി ഒന്നും ഇല്ലല്ലോ, കണ്ടോ? ഇതാകെ എങ്ങനെയാണ്. അപ്പോൾ ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത ടൈം വെലോസിറ്റി ഗ്രാഫ് എന്ന് പറയുമ്പോൾ നോൺ യൂണിഫോം ആക്സലറേഷനിൽ അല്ലെങ്കിൽ അസമത്വരണത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ എന്താണ് ഗ്രാഫാണ്. അത് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമുക്ക് വിരോധമല്ലല്ലോ കൊണ്ടുവരുന്നതുകൊണ്ട് വരാം, അങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവച്ചു, സിമ്പിളായിട്ട് വെച്ചു. സിമ്പിളായിട്ട് പഠിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ 4 ഗ്രാഫുകൾ. ഒന്നാമത്തെ ഗ്രാഫ് നിങ്ങൾ ശരിക്ക് പഠിച്ചോളൂ. ടൈം വെലോസിറ്റി ഗ്രാഫ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ. യൂണിഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ദീകരണം എന്ന് പറയുന്നത് മലയാളത്തിൽ. മന്ദീകരണത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ടൈം വെലോസിറ്റി സമയപ്രവേഗ ഗ്രാഫ്. മനസ്സിലായോ? അടുത്തത് ടൈം വെലോസിറ്റി ഗ്രാഫ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ സമപ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ സമയപ്രവേഗ ഗ്രാഫ്. ഇതേതാണ്? യൂണിഫോം ആക്സലറേഷൻ വിത്ത് ടൈം വെലോസിറ്റി ഗ്രാഫ്. ടൈം വെലോസിറ്റി ഗ്രാഫാണ്, സമയപ്രവേഗ ഗ്രാഫാണ്. സമത്വരണത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ സമയപ്രവേഗ ഗ്രാഫ്. ഞാനിവിടെ വയ്ക്കുകയാണെങ്കിൽ സമയപ്രവേഗ ഗ്രാഫ്. ഇത് നമുക്കറിയാം. ഇതിന് പ്രത്യേക ഒരു എന്താ പറയുക, സിസ്റ്റമാറ്റിക്കായിട്ട് യൂണിഫോമിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ നോക്കണം, ഇത് ടൈമാണോ ഇത് വെലോസിറ്റി ആണോ നോക്കണം. എക്സ് ആക്സിസിൽ വെലോസിറ്റിയും ഇവിടെ ടൈം ഉണ്ടെങ്കിൽ നമുക്കറിയാം നോൺ യൂണിഫോം ആക്സലറേഷൻ അസമത്വരണത്തോടു കൂടിയിട്ടുള്ള ഗ്രാഫാണ്. അണ്ടർസ്റ്റുഡ്? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നതാണ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? വെരി ഗുഡ്, താങ്ക് യു. അടുത്തേക്ക് കിടക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഗ്രാഫ് പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ്. അപ്പോൾ വെരി സിമ്പിൾ. 0 നിന്ന് ആരംഭിച്ചു അല്ലേ? 0 നിന്ന് വരുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം. ഇനീഷ്യൽ വെലോസിറ്റി 0ആണ്. ഇത് ടൈം, ഇത് വെലോസിറ്റി. അപ്പോൾ സമയവും പ്രവേഗവും 0 നിന്ന് ആരംഭിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കൂടി വരികയാണ് അല്ലേ? ബിയിലെത്തിക്കഴിഞ്ഞാൽ ദി പോയിൻ്റ് ബി ദ വെലോസിറ്റി ഈസ് സെയിം, യൂണിഫോം. എവിടെ വരെ? ഇത് 2 സെക്കൻഡ്. ഇവിടെ നോക്കുക, ഇവിടെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് വരയ്ക്കണം. ശരിക്കും ലംബം വരയ്ക്കണം. അതുകൊണ്ട് കറക്റ്റ് ലംബം ഇങ്ങനെ വരച്ചാൽ 6ൻ്റെ അവിടെയല്ല കിട്ടുക, 5നും 6നും ഇടയ്ക്കാണ് കിട്ടുക അല്ലേ? അപ്പോൾ ബി തൊട്ട് സി വരെ വെലോസിറ്റി സെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പാരലൽ വെൻ ദി ലൈൻ ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്, എക്സ് അക്ഷത്തിന് സമാന്തരമായി കഴിഞ്ഞാൽ ദാറ്റ് ബോഡി മൂവ്സ് ഇൻ യൂണിഫോം വെലോസിറ്റി. സെയിം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തു എപ്പോഴും എക്സ് ആക്സിസിന്, എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും. കണ്ടോ? അപ്പോൾ ഈ ബിയിൽ നിന്ന് സി വരെ എന്തായിരിക്കും? പ്രവേഗത്തിന് മാറ്റം സംഭവിക്കില്ല. ഇനി സി മുതൽ ഡി വരെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, വെലോസിറ്റി കുറഞ്ഞ് ഇങ്ങനെ വരും അല്ലേ? പ്രവേഗം കുറഞ്ഞു വരുന്നു, വെലോസിറ്റി ഡിക്രീസസ്. അപ്പോൾ ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദിക്കും, പരീക്ഷയ്ക്ക് വളരെ കറക്റ്റായിട്ട് ചോദിക്കും. അപ്പോൾ ഗ്രാഫിലെ വസ്തുവിൻ്റെ സ്ഥാനം ആദ്യം തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇപ്പോൾ എ എന്ന് വിചാരിക്കാം. എ തൊട്ട് ബി വരെ, ഇവിടെ പൂരിപ്പിക്കണം. കണ്ടോ? എ തൊട്ട് ബി വരെ ദ വെലോസിറ്റി ഇൻക്രീസസ്, പ്രവേഗം കൂടുന്നു, കൂടി വരില്ലേ? ഇനി ബി തൊട്ട് സി വരെ, ബി മുതൽ സി വരെ, ഫ്രം ബി ടു സി ഇറ്റ് ഈസ് ഓൾവേസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്. എക്സ് അക്ഷത്തിന് സമാന്തരമായി കഴിഞ്ഞാൽ ഇറ്റ് മൂവ്സ് വിത്ത് സെയിം വെലോസിറ്റി ഓർ യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗത്തോടു കൂടി സഞ്ചരിക്കുന്നു. ഓക്കെ അല്ലേ? അതുകൊണ്ട് ബി തൊട്ട് സി വരെ പ്രവേഗത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ദർ ഇസ് നോ ചേഞ്ച് ഓഫ് വെലോസിറ്റി. എത്രയാണ് വെലോസിറ്റി? 3. കണ്ടോ? 3 മീറ്റർ പെർ സെക്കൻഡ്. ഇനി സി മുതൽ ഡി വരെ, ഫ്രം സി ടു ഡി ദ വെലോസിറ്റി ഈസ് ഗ്രാജ്വലി ഡിക്രീസിങ്. പതുക്കെ ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ സി മുതൽ ഡി വരെ
വെലോസിറ്റി എന്താണ് ഡിക്രീസ് ചെയ്തുകൊണ്ട് പ്രവേഗം കുറയുന്നു. എഴുതിക്കൂടെ? ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിക്കുകയുണ്ടായി, ശരിയല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പോൾ ചലനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ എന്തെല്ലാം ഇക്വേഷൻസ് പഠിച്ചു, എന്തെല്ലാം കണക്കുകൾ പഠിച്ചു, പല കാര്യങ്ങളും ഗ്രാഫിനെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായി എന്ന് വിചാരിക്കുന്നു. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ബ്രീഫായിട്ട് നമ്മൾ ഒന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഗ്രാഫ് വരച്ചു അല്ലേ? ഏരിയ കണ്ടിട്ട് അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു അല്ലേ? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ കണക്കുകൾ ചെയ്തു. ഗ്രാഫ്, പലതരത്തിലുള്ള ഗ്രാഫുകളെ കുറിച്ച് പറഞ്ഞു. ടൈം പൊസിഷൻ ഗ്രാഫ്, ടൈം വെലോസിറ്റി ഗ്രാഫ്, ടൈം വെലോസിറ്റി ഗ്രാഫ് വെൻ ബോഡി മൂവ്സ് ഇൻ യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം വെലോസിറ്റിയിൽ പോകുമ്പോൾ ടൈം വെലോസിറ്റി ഗ്രാഫ്, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിച്ചു. പ്രോബ്ലംസ്, കണക്കുകൾ ഏത് വെച്ചിട്ട്, ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ട്, പി ഈക്വൽ ടു യു പ്ലസ് എ ടി, എ ഈക്വൽ ടു ബി മൈനസ് യു ബൈ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് ബി സ്ക്വയർഡ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as തുടങ്ങി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമ്മൾ ഏകദേശം ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കോൾ മീ, എന്നെ വിളിക്കൂ കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും, എൻ്റെ കുട്ടികൾക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കൊക്കെ എന്നെ വിളിക്കാം. ദർ ഈസ് നോ പ്രോബ്ലം. എന്ത് സംശയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ.